പച്ചപ്പിൽ മൂടിയ വിശാലമായ ഗ്രാസ് ലാൻഡുകൾ. ചുറ്റും നോക്കുമ്പോൾ കേരളമോ കർണാടകയോ അല്ല, സ്വിറ്റ്സർലാൻഡിലെ ഏതോ മലമുകളിലാണോ എന്നൊരു ഫീൽ. അതിൻ്റെ മുകളിൽ ഇടയ്ക്കിടെ വന്ന് എല്ലാം മറച്ചു പോകുന്ന മഞ്ഞും കോടയും. പ്രകൃതി തൻ്റെ ഏറ്റവും മനോഹരമായ രൂപത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലം, കബ്ബെ ഹിൽസ്. മേഘങ്ങളുടെ നടുവിലൂടെ സ്വിറ്റ്സർലാൻഡിനെ ഓർമ്മിപ്പിക്കുന്ന ആ മലമുകളിലേക്ക് നടത്തിയ ഒരു യാത്ര. രാവിലെ മുതൽ കാത്തിക്കുന്നതാണ് ഒന്ന് മഴ മാറിയിട്ട് നമുക്ക് കുടകിലേക്ക് പോകണമെന്നും പറഞ്ഞ്. അങ്ങനെ മഴയിലൊന്ന് മാറി നമ്മൾ ഇറങ്ങുമ്പോഴേക്ക് ഇപ്പോൾ സമയം 12:30 മണിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് കുടകിലേക്ക് പോകാൻ വേണ്ടി ഇതാ കൂട്ടുപുഴയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, അപ്പോൾ ഇനി കൂട്ടുപുഴയിൽ നിന്ന് വിരാജപേട്ടയിൽ നിന്ന് കബ്ബെ ഹിൽസിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. അങ്ങ് ദൂരമൊക്കെ നല്ല കോടാ, നല്ല കാലാവസ്ഥ കേട്ടാ, വെയിലൊന്നും കൂടുതലില്ല, പിന്നെ മഴക്കാറുണ്ട്, നല്ല അടിപൊളി കാലാവസ്ഥയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഡോമിനർ എടുത്തിട്ട് ഈ ഭാഗത്തേക്ക് വരുന്നത്, ഫസ്റ്റ് ടൈം. ഓക്കെ, ഇതാണ് നമ്മൾ ചെക്ക് പോസ്റ്റ്, മാക്കൂട്ടൻ ചെക്ക് പോസ്റ്റ്. അപ്പോൾ അത് കടന്ന് ഇനി ഇത് നേരെ ചെന്നെത്തുന്നത് കൂർഗ് ഗേറ്റിൻ്റെ അടുത്തേക്കാണ്. ഇത് നല്ല കയറി ഇറങ്ങിയിട്ട് പോകുന്ന ഒരു റോഡാണ്. അങ്ങനെ ഒരുപാട് ഹെയർ പിൻ വളവോ അങ്ങനെ ഒന്നുമില്ല, പക്ഷെ 1-2 ഇങ്ങനെ ബെൻഡായിട്ട് കയറി പോകുന്ന ഒരു റോഡാണ്. അപ്പോൾ ഇതിലൂടെ തന്നെയാണ് നമ്മൾ ബാംഗ്ലൂരിലേക്കും മൈസൂരിലേക്കെല്ലാം കണ്ണൂരിൽ നിന്ന് പോകാൻ എളുപ്പമുള്ള റൂട്ട്. പിന്നെ നമുക്ക് ഇതിലൂടെ വയനാട് വഴിയും പോകാം, പക്ഷെ ഏറ്റവും എളുപ്പം നമുക്ക് ഈ റൂട്ട് പിടിക്കുന്നതാണ്. ഇവിടെയൊക്കെ മഴ പെയ്തെന്ന് തോന്നുട്ടാ, പക്ഷെ ഇരിട്ടി ഭാഗത്തൊന്നും അങ്ങനെ മഴയെ പെയ്തിട്ടില്ല. നമ്മൾ വരുമ്പോൾ ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അതിന് റോഡല്ലോ. ഈ കബ്ബെ ഹിൽസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അടുത്ത ആൾക്കാരൊക്കെ പോകാൻ തുടങ്ങിയ ഒരു ഹില്ലാണ്. അങ്ങനെ അധികം ആൾക്കാരൊന്നും പോകാൻ തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ തന്നെ ഒരു റീലൊക്കെ കണ്ടിട്ട് പോകുന്നതെന്ന്. അപ്പം ഇതാണ് 2ാമത്തെ ചെക്ക് പോസ്റ്റ്. മുമ്പ് ഒരിക്കൽ നമ്മൾ ഇവിടെ വരെ എത്തിയിട്ട് തിരിച്ചു പോയതായിരുന്നു, നല്ല മഴ കാരണം. ഇന്നും നമ്മൾ വിചാരിച്ചു മഴ ആയിരിക്കുമെന്ന്, എന്തായാലും ഇപ്പം മഴയില്ല. അപ്പം നമ്മൾ കബ്ബെ ഹിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിപ്പം അങ്ങനെ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല, പിന്നെ ടിക്കറ്റൊന്നും എടുക്കണ്ട എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഏതായാലും ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ പോയിട്ട് നമ്മൾ പറഞ്ഞു തരാം. പിന്നെ ട്രക്ക് ചെയ്യാൻ പോകുമ്പോൾ മഴയും കൂടി ഉണ്ടാകുമ്പോൾ നല്ല രസമാണ്, ട്രക്ക് ചെയ്യാൻ നല്ല സുഖമാണ്. പക്ഷേ വീഡിയോ എടുക്കാൻ കഴിയില്ലല്ലോ. അപ്പം നിങ്ങളെയും കൂടെ കാണിച്ചു തരണം നമ്മൾ പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള അവിടെയുള്ള കാര്യങ്ങളും അവിടെയുള്ള കാഴ്ചകളൊക്കെ ആയിട്ട്. ഇവിടെ കയറാൻ തുടങ്ങുമ്പോഴേക്ക് നല്ല തണുപ്പെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ആ ഒരു ചൂട് കാലാവസ്ഥയിൽ നിന്നെല്ലാം മാറി ചെറുതായിട്ട് തണുക്കാൻ തുടങ്ങി. രാത്രി സമയത്തിലൂടെ വരുമ്പോണ്ടല്ലോ ഒരുപാട് ബസ്സുകളാണ് ഉണ്ടാകുക, ടൂറിസ്റ്റ് ബസ് ഒരുപാടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ദിവസം എനിക്ക് ഒന്ന് കൊല്ലി ഹിൽസിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ തോന്നുന്നു നമ്മൾ കാലത്ത് 5 മണിക്കാണ് ഇതിലൂടെ പാസ് ചെയ്തത്. അപ്പോൾ താഴെ എത്തിയിട്ട് നമ്മൾ നിർത്തി ഒരു ചായ കുടിക്കട്ടെ എന്നെല്ലാം വിചാരിച്ചിട്ട് നോക്കുമ്പോഴേക്ക് കുറേ ബസ് ബാക്കിന്ന് വരുന്നുണ്ടായിരുന്നു. എന്ത് സ്പീഡാണെന്നറിയോ? നോക്കിയ മുകളിലോളം വളർന്നു കിടക്കുന്ന മരങ്ങൾ, വളഞ്ഞ് പൊളഞ്ഞ് കിടക്കുന്ന റോഡ്, നല്ല കറുപ്പ് കളറിലുള്ള റോഡ്, മഴ കൊണ്ട് നനഞ്ഞ് കിടക്കുകയാണ്. 2 സൈഡിലും നല്ല തിക്ക് ഫോറസ്റ്റ്, മാൻ ക്രോസിങ് ഏരിയ. പക്ഷെ നമ്മൾ ഇതുവരെ ഇവിടെയുള്ള എത്രയോ പ്രാവശ്യം പോയിട്ടും മാനൊന്നും കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഈ വണ്ടികളെ ഒച്ചയിലും കേൾക്കുമ്പോൾ മാനുണ്ടെങ്കിലും പുറത്തേക്കൊന്നും വരില്ല. കോട കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ചെറുതായിട്ട് ഇതെങ്ങനെ കോട കയറി വരുന്നുണ്ട്. കോടമഞ്ഞിൽ താഴ്വരയിൽ നമ്മളിപ്പോൾ ഇതാ കയറി മേലെത്തി കുടക് ഗേറ്റിൻ്റെ അടുത്ത് എത്തിയേ. നല്ല തണുപ്പുണ്ട്. നമ്മൾ താഴെ നിന്നുള്ള തണുപ്പിനേക്കാളും നല്ല തണുപ്പാന്ന് മുകളിലെത്തുമ്പോഴേക്കേ. ഇതാണ് കൂർഗ് ഗേറ്റ് റെസ്റ്റോറൻറ്റ്. ഇവിടെ മിക്കപ്പോഴും നമ്മൾ വരുമ്പോൾ നിർത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുന്നതെന്ന്. പക്ഷേ ഇന്നത്തെ ദിവസം അവിടെ കയറുന്നില്ല.
നമ്മൾ വീരാജ്പേട്ടയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ ചോദിച്ചേ. അപ്പോൾ ഇത് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ മൈസൂരിലേക്കുള്ള റോഡാണ്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് മടിക്കേരി, വീരാജ്പേട്ട അങ്ങോട്ടേക്കുള്ള റൂട്ടാണേ. അപ്പം നമ്മൾ കബ്ബ ഹിൽസിലേക്ക് ഇനി 30 കിലോമീറ്ററാണ് ഉള്ളത്. 2:30 ആകുമ്പോൾ എത്തുമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. പഴയ പള്ളിയാന്ന് തോന്നുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വീരാജ്പേട്ട ടൗണിലേക്കാണ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കണം. ഇപ്പോൾ ഏതെങ്കിലും ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ് ഉണ്ടാവും, നോക്കട്ടെ. ഇവിടെ ഒന്നുണ്ടല്ലോ ചെറു, അത് വലിയ ഹോട്ടലാണെന്നല്ലോ. പെട്രോൾ അടിക്കണ്ടേ? ആദ്യം ഫുഡ് എന്നിട്ട് പെട്രോൾ. എങ്ങോട്ടേക്ക് പോവും? താഴോട്ടേക്ക് പോകാം. ഒരുപാട് വെജിറ്റബിൾസ് എല്ലാം ഉണ്ട്. ഇത് അത്യാവശ്യം വലിയ ടൗണാണ്. അപ്പം നമുക്കിവിടെ ആ കോഴിനെ കൊണ്ടുപോകുന്ന നോക്കിയേ. നല്ല അൽഫോൺസ് മാങ്ങ, തക്കാളി. ഇതിവിടെ ഒരു അമ്പലമുണ്ട്, ഒരുപാട് കച്ചവടക്കാരുണ്ട് ഇവിടെ. നല്ലൊരു ഇറക്കാന്നല്ലത്. അൽഫോൺസ് അടിപൊളി മാങ്ങ നല്ല ഷെറു. മാങ്ങയോട് പിന്നെ നിങ്ങൾക്ക് അത്ര താല്പര്യമില്ല അല്ലേ? അത് കാപ്സായ ഉണ്ടല്ലേന്ന്. എനിക്ക് പൊതുവേ റൈഡ് ചെയ്യുമ്പോൾ ഹോട്ടൽ തപ്പൽ വലിയൊരു ടാസ്ക്കാണ്. അവിടെ ഞാൻ ഷിറുവിൻ്റെ മുമ്പിലേക്ക് വിട്ടിട്ടുണ്ട്. ഉടുപ്പി പ്യുവർ വെജ് വേണോ? വെജ് വേണ്ട. ഓക്കെ, അപ്പം നോക്കാം എവിടെയെങ്കിലും. ഹോട്ടൽ പ്രിൻസ്, ഹോട്ടൽ മെസ്ബാൻ. പക്ഷെ കാണുമ്പോൾ കയറാനും തോന്നുന്നില്ലല്ലോ. ഹോട്ടൽ പ്രിൻസ് നോക്കിയാൽ അതാ ലെഫ്റ്റ്. അത് കുഴപ്പമില്ലല്ലോ. യെസ്, ഇവിടെ കയറാം. ഇനി വണ്ടി പാർക്കിംഗ് ആണ് ബുദ്ധിമുട്ട്. ഇവിടെ വെച്ചൂടെ? ഇതാ ഇവിടെ ഒക്കെ ഷെറോ. ഓ, ഇവിടെ വേണമെങ്കിൽ ഇവരെന്തെങ്കിലും ഇതാണോ, ബൈക്കിനപ്പുറം പാർക്കിംഗ് ആയിരിക്കും അല്ലേ? സമയം 2 മണി. നല്ല വിഷമമുണ്ട്. ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി. ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോസിൻ്റെ വോയിസ് ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ലേ. എൻ്റെ കയ്യിൽ നിന്ന് അതെങ്ങനെയോ മൈക്ക് ഓഫായി പോയിട്ടുണ്ടായിനെ. ഇവിടെ എന്തോന്ന് പാട്ടിങ്, ഇവിടെ വണ്ടികളൊക്കെ വെച്ചിട്ട് കാണുന്നുണ്ടേ. വണ്ടികളുണ്ടല്ലോ. ഇപ്പം അങ്ങോട്ട് വെക്കാല്ലേ? ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇല്ല. ഇതാണ് കബ്ബ ഹിൽസിന്റെ കവാടം. ഇതിലൂടെ തന്നെ ആയിരിക്കും. നോക്കാം, ബാക്കിൽ പിള്ളേരുണ്ടല്ലോ.
അത് മുന്നോട്ടൊക്കെ കാണിക്കുന്നതിൻ്റെ ഇത് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഒരു 200 മീറ്ററും കൂടി അങ്ങോട്ട് പോകാനുണ്ട്. അല്ല അതാ ആ പിള്ളേർ പോകുന്നുണ്ടല്ലോ. നോക്കാം, നമുക്ക് അവരോട് ചോദിച്ചോക്കാം. ഓ പൊളി വൈബാണല്ലോ ഷിറോ, ഫുൾ കോടാ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തുമ്പോഴേക്ക് സമയം 3:10 ഞങ്ങൾ വിചാരിച്ചത് ഇവിടെ എത്തുമ്പോഴേക്ക് നമ്മളെ കയറ്റി വിടൂല, ടൈം കഴിയുന്നിട്ട് തിരിച്ചയക്കുമെന്ന്. പക്ഷേ അവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല. ബാരിക്കേഡ് വെച്ചിട്ട് ജസ്റ്റ് 2 സൈഡ് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലൂടെ ആൾക്കാരെല്ലാം കയറി പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും അതിൻ്റെ ഉള്ളിലൂടെ കയറിയിട്ട് നടക്കുകയെന്ന്. അപ്പം കബ്ബെ ഹിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കബ്ബെ എന്നുള്ള ആ ഒരു വേർഡ് മീനിങ് കർണാടകയിൽ വരുന്നത് മഞ്ഞ് എന്നാണ്. അപ്പോൾ പേര് പോലെ തന്നെ നമ്മളിവിടെ കയറി ഏകദേശം എത്താനാകുമ്പോഴേക്കാൻ നല്ല മൂടൽ മഞ്ഞുണ്ട്, നല്ല വൈബാണ്. അത് നോക്കിയേ, അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ കയറി പോകേണ്ടത്. ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ ഇവിടെയാണെന്ന് പറയാം. കാരണം അത്രയും നല്ല വൈബാണ്. ചുറ്റും ഇങ്ങനെ കോട പൊതച്ച് കിടക്കുന്ന മല. ഓ വേറെ തന്നെ ഒരു വൈബ് കേട്ടാ, പ്രത്യേകിച്ച് പറയാനില്ല. സൂപ്പർ. ആ സൈഡിലെല്ലാം ഉണ്ടല്ലോ ഒരുപാട് പച്ചക്കറി ഇങ്ങനെ മേയുന്നുണ്ട്. കോട കാരണം കാണാൻ പറ്റുന്നില്ല. ഇത് നോക്കി, ഈ ഒരു ഏരിയ ഫുൾ നല്ല സ്വിറ്റ്സർലാൻഡിലൊക്കെ പോയ പോലെ ഇല്ലേ? സൂപ്പർ. നമ്മളെ നാട് തന്നെ ആണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓ എനിക്കിങ്ങനെ ഓടാന്ന് തോന്നുന്നു. ചെറിയ ഓടിയാലോ? ഓടിക്കോ, അത് പറയാൻ കഴിയില്ല, നോക്കിയിട്ട് ഓട്. നമ്മളിത് ഇങ്ങനെ മല കയറി പോയിക്കൊണ്ടിരിക്കുന്നേ. ഇവിടെ പിന്നെ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ല. നമ്മൾ പകുതി ആകുമ്പോഴേക്കില്ല മഴയും തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി മഴ. അപ്പോൾ നിങ്ങൾക്കുള്ള വീഡിയോ ആയി, നമുക്ക് ട്രക്കിങ്ങിൻ്റെ കൂടെയുള്ള മഴയും ആയി. അപ്പോൾ എല്ലാം സെറ്റ്. അങ്ങനെ നമ്മൾ നടന്ന് ഒരു കുറച്ച് പാറകളില്ല സ്ഥലത്തെത്തി. അപ്പം നമ്മൾ വിചാരിച്ച് ഇതായിട്ട് എൻഡ് പോയിന്റ് എന്നാണ്. കാരണം ഇവിടെ വേറെ ആരുമില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പിന്നെ ഇതൊക്കെ പറയാൻ വേണ്ടി കുറച്ച് സമയം നിന്ന്. അപ്പോഴേക്കും കോടയൊക്കെ മാറിയേ. കോട ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങോട്ടൊന്നും കാണാനൊന്നും കഴിയുന്നുണ്ടായിട്ടില്ല. അപ്പോൾ കോട മാറി. അപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് നല്ല അടിപൊളി സ്ഥലമുണ്ട്. കുറച്ചൊരു ഹൈറ്റിലായിട്ടുള്ള പാറയുള്ളൊരു സ്ഥലം. അപ്പോൾ അവിടത്തേക്കാണ് നടന്നു പോകുന്നത്. ഇതിൻ്റെ സൈഡിലൊക്കെ ഉണ്ടല്ല ഒരു ഫെൻസ് പോലത്തെ സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ പോവാതിരിക്കാൻ നോക്കണം. കാരണം വെച്ചാൽ വലിയ കൊക്കയാണ്. ഇന്ന് നമ്മൾ വന്ന ദിവസം അടിപൊളിയാണ്. ഫുൾ ടൈം കോടയാണ്. കോട ഒന്ന് മാറി നിൽക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുക. കുറച്ചൊന്ന് മാറിയിട്ട് വേണം നമുക്ക് ഈ വിഷ്വലൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടി വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് നമ്മളെ ഷിറു മുകളിലെത്തി. എന്തുണ്ട് ഇവിടുത്തെ വിഷ്വൽ? കോട ഇതിന്റെ ഇടയിലോട്ട് കയറി വരുന്നത് എന്ത് ഭംഗിയാണ്. എന്തായാലും വരണം. കാരണം ഒന്നാമത് പറഞ്ഞാൽ ഇവിടെ ആരും ഇല്ല, ആരും അധികം ആൾക്കാരും വരുന്നുണ്ട്. പക്ഷെ അടിപൊളി സൂപ്പർ. നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും ഇവിടെ നല്ല തിരക്കായിരിക്കും. വീഡിയോസ് ഒക്കെ കണ്ട് ആൾക്കാർ ഇവിടെ എത്താനിടും. കൂടെ വന്നാറുണ്ട്. ഇപ്പൊ വന്നു കഴിഞ്ഞാല് പിന്നെ ഫീയും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് കയറി ഒരു റെസ്ട്രിക്ഷനും ഇല്ല. വരാ കണ്ടിട്ട് പോവാം. പിന്നെ തിരക്കുമില്ല. അതുകൊണ്ട് നമുക്ക് സമാധാനത്തിൽ കയറി ഇറങ്ങാം. പക്ഷെ ലേഡീസിൽ ഒറ്റയ്ക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഇവിടെ ബാച്ചിലേഴ്സ് ആണ് കൂടുതൽ. അപ്പോൾ വരുമ്പോൾ കൂടുതലെന്ന് പറയേണ്ടത് കുറച്ച് ആൾക്കാരായിട്ട് വരിക. അല്ലാതെ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ അത്ര സേഫ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഗാർഡും ഇല്ലല്ലോ, അതുകൊണ്ട് ആരുമില്ല. നമ്മള് എന്താ പറയുക, വരുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. അവിടെ എനിക്ക് പോകാൻ പേടിയാകുന്നതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. ഷീറു അവിടെ കയറി നിന്നിട്ടുണ്ട്. പക്ഷെ നല്ല ഫോട്ടോസെല്ലാം കിട്ടി. അപ്പോൾ അതാണ് എൻ്റെ പോയിന്റ്. ഇനി അതിൻ്റെ അപ്പുറം പോകാനില്ല. പോയാൽ താഴേക്ക് എത്തും. വലിയ കൊക്കയാണ് താഴെ. അപ്പോൾ വരുന്നുണ്ടോ? ഞാൻ അങ്ങോട്ട് വരണം അടിക്കാൻ വേണ്ടി. ഇല്ല, എനിക്ക് ധൈര്യമില്ല, ഞാൻ വരില്ല. വാ ഇവിടെ. ശ്രദ്ധിച്ച്. അട്ട നല്ലോണം ഉണ്ട്. ഷിറുവിൻ്റെ കയ്യിൽ കയറി എൻ്റെ കാലിനും കടിച്ച്. ഇവിടെ മുകളിലുള്ള കാഴ്ച ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയും അടിപൊളിയാണ്. നല്ല ഇങ്ങനെ കോടമഞ്ഞ് ഇങ്ങനെ കയറി പോകുന്ന
ഒരു വല്ലാത്ത ഒരു എക്സ്പീരിയൻസ് അത്. ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പോകാനേ തോന്നില്ല. പക്ഷേ ഇവിടുന്ന് നമ്മളേതായാലും മൂവ് ചെയ്യുന്നത്